സഖാവ് ഇ.പി. ജയരാജൻ ഒരു ആത്മകഥ എഴുതി. അതിൻ്റെ പുകിരി ചില്ലറയൊന്നുമല്ല ഉണ്ടായത്. ആദ്യം ആത്മകഥ എഴുതി കൊടുത്തു. അപ്പോൾ അത് നോക്കി DC ബുക്സ് അത് പ്രസിദ്ധീകരിക്കും എന്നുള്ള രീതിയിൽ അവരതിനൊരു ഹെഡിങ് ഒക്കെ ഇട്ട് കേട്ടോ, ഒരു ക്യാപ്ഷൻ. അത് യഥാർത്ഥത്തിൽ എനിക്ക് തോന്നി അത് നല്ലതായിരുന്നെന്ന് തോന്നുന്നു. ഒരു മാർക്സിസ്റ്റ്, ഒരു CPM, ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവിനെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ ഒരു 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 ട്രേഡ് മാർക്കാണ് ഈ പരിപ്പുവട, കട്ടൻ ചായ, ബീഡി. അപ്പോൾ ബീഡി, പരിപ്പുവട, കട്ടൻ ചായ. അതിൽ പരിപ്പുവടയും കട്ടൻ ചായയും എന്നുള്ള പേരിലാണ്, എൻ്റെ ആത്മകഥ എന്നുള്ള പേരിൽ ആണ് അവർ ഒന്ന് പ്രസിദ്ധീകരിക്കാനായിട്ട് DC ബുക്സ് അത് തീരുമാനിച്ചത്. അത് വലിയ ഒച്ചപ്പാടായി, അതിൽ വലിയ പ്രശ്നങ്ങൾ വന്നപ്പോൾ അത് വന്നത് ഏതാണ്ട് കഴിഞ്ഞ ഇലക്ഷൻ്റെ ആ 2 ദിവസം മുമ്പെങ്ങാണ്ടാണ്. വന്നപ്പോഴത്തേക്ക് അത് വലിയ ഒച്ചപ്പാടായി വലിയ പ്രശ്നമായി. അത് പാർട്ടിയുടെ അസ്തിത്വം തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു രീതിയിലേക്ക് മാറും എന്നൊക്കെ കണ്ടു. കഴിഞ്ഞപ്പോൾ നമ്മുടെ ഇ.പി. ജയരാജൻ പറഞ്ഞു അത് അയാൾ കേസ് കൊടുക്കും, അതിന് വക്കീൽ നോട്ടീസൊക്കെ അയച്ചു. കാരണം ഇത് ഞാൻ അറിഞ്ഞല്ല, ഞാനിത് പ്രസിദ്ധീകരിക്കാനൊന്നും അവർ ഏർപ്പെടുത്തിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. ഏതായാലും അവസാനം DC രവി മാപ്പ് പറഞ്ഞു എന്നാണ് നമ്മുടെ സഖാവ് ഇ.പി. ജയരാജൻ പറയുന്നത്. അതുകൊണ്ട് മറ്റ് നിയമ നടപടികൾക്കൊന്നും പോയില്ല എന്നുള്ളത്. അതേ പുസ്തകമാണോ അതോ മാറ്റം ചെയ്തോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. കാരണം ആദ്യത്തെ പുസ്തകം കൈ കിട്ടിയിട്ടില്ല, അതുകൊണ്ടൊന്നും പറയാൻ പറ്റുന്നില്ല. അദ്ദേഹം എഴുതി, ഇതാണ് എൻ്റെ ജീവിതം എന്നുള്ള പേരിൽ ഒരു പുസ്തകം ഇറക്കി. അതാണ് ഇപ്പോഴത്തെ ആത്മകഥ ആയിട്ട് പറയുന്നത്. അതിനകത്തും കുറേ ബോംബുകൾ ഇട്ടിട്ടുണ്ട്. ഈ ആത്മകഥ എഴുതുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അത് സാധാരണ എല്ലാവർക്കും ഇതിനെ ഈ ക്രിട്ടിസൈസ് ചെയ്യുന്നവർക്ക്, അതായത് വിമർശിക്കുന്നവർക്ക് ആ പണി അത് അറിഞ്ഞുകൂടാ. കാരണം ഒരാൾ ആ ആത്മകഥ എഴുതണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് സത്യത്തിൻ്റെ ഒരുപാട് അംശങ്ങൾ അതിൽ കാണും എപ്പോഴും. പക്ഷെ സത്യം എഴുതുമ്പോൾ എന്താ പ്രശ്നം എന്നറിയാമോ? അയാളത് ഈ എഴുതുന്ന ആളെ മാത്രമല്ല അത് ബാധിക്കുന്നത്, മറ്റൊരുപാട് ആളുകളെ അത് ബാധിക്കും. കാരണം മറ്റൊരുപാട് ആളുകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം അതിൽ വരുന്നുടനെ അതൊരു വിമർശന ബുദ്ധിയാ, അതായത് ഈ ആത്മകഥ എഴുതിയ ആൾ കണക്കാക്കുന്ന രീതി വെളിയിലേക്ക് വരുമ്പോൾ അത് ഒരുപാട് പേരുടെ മനസ്സ് വേദനിപ്പിക്കും, ഒരുപാട് പേർക്ക് ചിന്താക്കുഴപ്പമുണ്ടാക്കും, ആ രീതിയിലുണ്ടാവും. അത് സ്വാഭാവികമാണ്. കാരണം അല്ലാതെ എഴുതാൻ പറ്റത്തില്ല ആത്മകഥ. അപ്പോൾ ഇപ്പം ഞാൻ തന്നെ ഇതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം എഴുതുമ്പോൾ അപ്രിയകരങ്ങളായ ഒരുപാട് സത്യങ്ങൾ നമ്മൾ വിളിച്ചു പറയേണ്ടതായിട്ട് വരും. ഈ വിളിച്ചു പറയുമ്പോൾ അത് നമ്മളെ മാത്രമല്ല ബാധിക്കുന്നത്, ഈ മറ്റാളുകൾ പലരെയും അത് വളരെ വല്ലാതെ ബാധിക്കും. അങ്ങനൊരു കാര്യമുണ്ട്. അപ്പോൾ ഇത് നമ്മൾ മുൻകൂട്ടി കാണേണ്ട ഒരു കാര്യമാണ് ഇത് എഴുതുമ്പോൾ. ഇവിടെ ഈ രാഷ്ട്രീയക്കാരനായിട്ടുള്ള ഇ.പി. ജയരാജൻ എന്ന് പറയുന്നത് കണ്ണൂർ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു വലിയ നേതാവ് തന്നെയാണ്. അതായത് അവിടെ 3 ജയരാജന്മാരുള്ളതിൽ കേട്ടോ, ആ ജയരാജന്മാരുള്ളതിൽ ഒരു പ്രമുഖനായ ജയരാജനാണ് ഇ.പി. ജയരാജൻ. അദ്ദേഹത്തിൻ്റെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ഈ പുസ്തകത്തിൽ ഇപ്പോഴും അദ്ദേഹം പാർട്ടിക്കെതിരെ ഉള്ള ക്രിറ്റിസിസം പോലെ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞത്, പല പ്രാവശ്യം ഒരു ബി ജെ പി നേതാവ് ഇ.പി. ജയരാജൻ്റെ മകനെ വിളിച്ചു, മകനെ BJP ചേർക്കാൻ ഒരുപാട് ശ്രമങ്ങൾ നടത്തി, അതിൻ്റെ ഭാഗമായിട്ട് വിളിച്ചു. പക്ഷേ മകൻ ഫോൺ എടുത്തില്ല. അത് പറയുന്നതുകൊണ്ടുള്ള ഉപയോഗം എന്തുവെന്ന് എനിക്കറിയില്ല. അതിന് മറുപടി പറഞ്ഞത് ശ്രീമതി ശോഭ സുരേന്ദ്രൻ, ഏതും കയറി പിടിക്കുമല്ലോ, ഇറങ്ങിയത് പറഞ്ഞത്, ഈ ഇ.പി. ജയരാജൻ്റെ ആത്മകഥയുടെ പേര് എൻ്റെ ജീവിതം എന്നുള്ളതല്ല, ഇതാണ് എൻ്റെ ജീവിതം എന്നുള്ളതല്ല വേണ്ടത്, കള്ളൻ്റെ ആത്മകഥ എന്ന് വേണം എന്നുള്ളതാണ് ആ പറഞ്ഞതായിട്ട് കണ്ടത്. അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്കറിഞ്ഞൂടെ. എന്തോ ഇ.പി. കള്ളത്തരം പറയുന്നു എന്നുള്ളതായിരിക്കാം ശോഭാ സുരേന്ദ്രൻ ഉദ്ദേശിച്ചേക്കുന്നത്. ഏതായാലും അതിന് ഇ.പി. മറുപടി പറയുന്നത് എന്ന് പറഞ്ഞാൽ, എൻ്റെ ആത്മകഥ നേരെ ചൊവ്വേ വായിക്കാത്ത ആളുകളാണ് അതിനെക്കുറിച്ച് പറയുന്നതെന്നുള്ളതാണ്.
അത് ഇനി നമുക്കറിയില്ല. എന്തായാലും ഞാനിത് വായിച്ചിട്ടില്ല കേട്ടോ. കാരണം അത് ഇതിനകത്തുള്ള വിവാദങ്ങളൊക്കെ ഇങ്ങനെ മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നത് കണ്ടതേ ഉള്ളൂ. അപ്പം അതിൽ വേറെ ഒരു 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 സംഭവത്തെക്കുറിച്ച് പറയുന്നത്, ഈ വൈദേകം റിസോർട്ട് എന്ന് പറയുന്ന ഒരെണ്ണത്തിനെ സംബന്ധിച്ചിടത്തോളം ശ്രീ ജയരാജൻ്റെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെയും മകൻ്റെയും പേർക്ക് ആരോപണങ്ങളുണ്ടായി. അത് യഥാർത്ഥത്തിൽ ആ ആരോപണം ഉന്നയിച്ചത് പി ജയരാജനാണ്. പി ജയരാജനാണെങ്കിലും ഇ.പിയുടെ ഭാഷ്യം, ആ ഭാഷയിൽ നിന്ന് വെളിയിൽ വരുന്നതെന്ന് പറയുന്നത്, അത് നമ്മുടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി ഉണ്ടല്ലോ, സഖാവ് എം വി ഗോവിന്ദൻ, അദ്ദേഹത്തിന് എതിരെ വിരൽ ചൂണ്ടുന്ന, അദ്ദേഹത്തിനെയും മകനെയും എതിരെ വിരൽ ചൂണ്ടുന്ന ഒരു പ്രശ്നമായിട്ടാണ് ഇപ്പോൾ അത് പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് യഥാർത്ഥത്തിൽ പാർട്ടി അതിന് ശരിയായൊരു വിശദീകരണം കൊടുത്തില്ല എന്ന് ഇ.പിക്ക് ഒരു പരിഭവം ഉള്ളതായിട്ട് ഇതിൽ നിന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതിൽ നിന്ന് മനസ്സിലാക്കുന്നു. പരിഭവത്തിൻ്റെ കാര്യം എന്തോന്ന് എനിക്കറിഞ്ഞൂടാ. പി ജയരാജൻ പറഞ്ഞത് ഒരു സ്വകാര്യ സ്ഥാപനത്തെ ഒരു സഹകരണ സ്ഥാപനം പോലെ കണക്കാക്കി അതിനുവേണ്ടി ഇ.പി പ്രവർത്തിച്ചു എന്നുള്ള ഒരാരോപണമാണ് ഉന്നയിച്ചത്. സാമ്പത്തിക ആരോപണമാണ്. അതിന് മറുപടി പറയേണ്ടതെന്ന് പറഞ്ഞാൽ പാർട്ടിയാണ് മറുപടി പറയേണ്ടത്. ഇ.പി അതിന് മറുപടി പറയണം. അതിന് മാർക്സിസ്റ്റ് പാർട്ടി ഒന്നാകെ അതിന് മറുപടി പറയണം എന്ന് പറയുന്നതിൽ വല്ല കാര്യമുണ്ടോ? അതേപോലെ തന്നെ ഇ.പി ജയരാജൻ അദ്ദേഹത്തിന് ഒരു സ്ഥാനത്ത് ഉറച്ചിരിക്കാൻ പറ്റുകയില്ല. കാരണം അത് പല കാര്യങ്ങളാണ്. അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഒപ്പിച്ചു വെക്കും. മന്ത്രിയായിരുന്നു, അവസാനം അത് മന്ത്രി അല്ലാതായി മാറി. അതിനെതിരെ ഉണ്ടായ ആരോപണങ്ങളൊക്കെ നമുക്കറിയാം. മന്ത്രിസ്ഥാനം രാജിവെച്ചു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് ഈ ഇടതു മുന്നണി കൺവീനറാക്കി. ആ കൺവീനർ സ്ഥാനത്ത് നിന്ന് വലിച്ച് താഴെയിട്ട് എന്തിനാണ് എന്നുള്ളത് ഒരു അജ്ഞാതമായൊരു കാര്യമാണ്. അതിൻ്റെ യഥാർത്ഥ കാര്യം വെളിയിൽ എടുക്കാൻ വന്നിട്ടില്ല. അത് നമ്മുടെ ബഹുമുഖ്യന് അദ്ദേഹവുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പുറത്താണ് എന്ന് പറയപ്പെടുന്നു. പക്ഷേ എന്നും നമ്മുടെ ബഹുമുഖ്യമന്ത്രിയോടൊപ്പം നിന്നിട്ടുള്ള ഒരാളായിട്ടേ ഇ.പി നമുക്ക് കാണാൻ കേട്ടുള്ളൂ. കാരണം മുഖ്യമന്ത്രി ഒരിക്കൽ വിമാനത്തിൽ, ഇൻഡിഗോ ഫ്ലൈറ്റിലാണ് യാത്ര ചെയ്തപ്പോൾ ആരോ മുഖ്യമന്ത്രിക്കെതിരെ ആക്രമിക്കാൻ ചെന്നെന്നും പറഞ്ഞ് അവരെ പിടിച്ച് അവരെ എഴുതിയിട്ട് ചവിട്ടിയത് ഇ.പിയാണ്. അത് മുഴുവൻ മാധ്യമങ്ങൾ കണ്ടതാണ്. പക്ഷേ ഈ ചവിട്ട് കൊണ്ടവന്മാർക്കെതിരെ കേസും വന്നു, ഇ.പിക്കെതിരെ കേസുമില്ല. പിന്നെ ഇത് അവർ ഇൻഡിഗോ അന്വേഷിച്ചിട്ട് ഇ.പി ഇതുടെ ഭാഗത്ത് ഉള്ള കുഴപ്പം കണ്ട് അത് അവർ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇനി മേലാ ഞാൻ അവരുടെ ഫ്ലൈറ്റ് കയറത്തില്ല എന്ന് പറഞ്ഞു. പക്ഷേ അങ്ങനെ കുറേ നാൾ ഏതായാലും ഇ.പി ഇൻഡിഗോ ഫ്ലൈറ്റ് കയറാതെ കഴിഞ്ഞു. പിടിച്ചു നിന്ന് അവസാനം വേറെ മാർഗമൊന്നുമില്ലെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ കയറി തുടങ്ങി. ഇപ്പോൾ കുഴപ്പമില്ല, ഇപ്പം ഫ്ലൈറ്റിലൊക്കെ കയറുന്നുണ്ട്. മറ്റേത് വിമാനത്തിലേ കയറത്തില്ല എന്നുള്ളതാണ്, പ്രത്യേകിച്ച് ഇൻഡിഗോ വിമാനത്തിൽ. അപ്പോൾ ഏതായാലും ആ വാശിയൊക്കെ അങ്ങ് മാറി. എന്തായാലും ശരി, ഇ.പി കൊളുത്തി വിട്ടേക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്ന പാർട്ടിയെ വല്ലാതെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. വലിയ കെട്ടുറപ്പായിരുന്നു മാർക്സിസ്റ്റ് പാർട്ടിക്ക് യഥാർത്ഥത്തിൽ കണ്ണൂരിലുണ്ടായിരുന്നത്. പക്ഷേ ആ കെട്ടുറപ്പ് ഇല്ല, അതൊരു വെറും പടമാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാട് ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഇത് പല ആളുകളും ഇതേപോലെ രാഷ്ട്രീയക്കാർ അങ്ങോട്ട് ചരിത്രം എഴുതാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, ആത്മകഥ എഴുതാൻ തുടങ്ങിയാൽ വളരെ ബുദ്ധിമുട്ടാണ്. കാര്യം അത് പല കാര്യങ്ങളും ഇങ്ങനെ പുറത്തേക്ക് വരും. അത് അവരെ മാത്രമല്ല, അവരുടെ രാഷ്ട്രീയത്തെയും അത് ബാധിക്കും. ഏതായാലും മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഒരു പൊല്ലാപ്പായിട്ട് ഈ എൻ്റെ ജീവിതം, ഇതാണെൻ്റെ ജീവിതം മാറി എന്ന് പറയുന്നതിൽ അതിശയോക്തിയൊന്നുമില്ല. ഇ.പി അദ്ദേഹത്തിൻ്റെ പല ഈ പാർട്ടിയോടുള്ള എതിരഭിപ്രായങ്ങളും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ സത്യം ഇ.പി പറയുകയാണെങ്കിൽ ഇത്രയൊന്നും അല്ല പറയേണ്ടിയിരുന്നത്, ഇതിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടിയിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്.